ജിവാപ്പു ആരെങ്കിലും ഈ തണുപ്പത്ത് ഊട്ടിക്ക് വരുമോ? പിന്നെ തണുപ്പത്തല്ലാതെ വെയിലത്ത് വരാൻ പറ്റും ഊട്ടിയിൽ. ഊട്ടിയിൽ എപ്പോഴും തണുപ്പ് തന്നെ. വലിയ ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ കിട്ട് വരണ്ട കേട്ടോ. കാരണം ഒരാൾക്ക് 100 രൂപ എടുത്ത് കയറാൻ മുതലാവില്ല. ഇവിടെ എത്തോളം ഞങ്ങൾ ഡ്രൈവർമാരാവണം. ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടിൽ എത്തി ഞങ്ങൾ ക്യാമറമാൻ ആവണം. ഊട്ടിയിൽ വന്നിട്ട് പോതച്ച് മൂടി കിടക്കണ ഗൈസ് കണ്ടോ പുറത്തു കൂട്ടി. ഇവിടെ വന്നിട്ട് ഇതാണ് അവസ്ഥ. എന്തൊക്കെ ഡയലോഗ് കഴിഞ്ഞ വീഡിയോയില് ഊട്ടി പോകുന്നു, തേങ്ങാക്കുന്നു, മാങ്ങാക്കുന്നു, ചക്കാക്കുന്നു. വന്നപ്പോ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാ ജിയാബ് പപ്പനെ വിളിച്ചേ. പപ്പനെ വിളിക്ക്. എണീച്ചോ സമയം കഴിഞ്ഞിട്ടോ. എണീച്ചോ ആനെ ഏസിന്റെ വീട്ടിൽ കിടന്നു. വന്ന പോരാന്ന് പറഞ്ഞ രാത്രി 2 മണിക്ക് തുടക്ക ഉറക്കാണ്. സമയം 6 മണിയായി. 6 മണി. എന്താ ഉറക്കം. ഹായ് ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇതാ രാത്രിക്ക് ഇല്ല വാസിയാക്കന്റെ സൗണ്ട് ഒക്കെ പോയി. പാവന്റെ വാസിയാക്ക ഒരു രണ്ടാക്ക് ഇപ്പൊ പോയി ഡ്രസ്സൊക്കെ വാങ്ങിട്ട് ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഒന്നുമില്ല. ഫാമിലി വേറെ പൈസ കൊടുത്താൽ എണീറ്റ് പോയിട്ട് വേണം അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടാൻ. ഇവിടെ പറഞ്ഞതായിട്ട് അതാരോ വാസിയാക്ക കറക്റ്റ് സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ ഡ്രസ് ഞങ്ങൾ ഡ്രസ് കട്ടെടുത്തതാ. സത്യം പറഞ്ഞിട്ട് നല്ല തണുപ്പില്ല. ഗൈസ്, തണുപ്പ് സഹിക്കാൻ പറ്റാതെ ഞങ്ങള് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു കേട്ടോ. തീയിലേക്കാട്ട് ചാടിയാലോന്ന് ആലോചിക്കണ്ട്. എന്നാലും കുറച്ചൊക്കെയും ഈ ഫീല് വേറെ തന്നെ അല്ലേ. ഒരു സൈഡില് തണുപ്പ്, ഒരു സൈഡില് ചൂടും. ചൂരിക്കൂട്ടോ ജുബി എന്റെ സെക്യൂരിറ്റിന്റെ കുപ്പായൊക്കെ അയച്ചു വെച്ചോ? ഇപ്പൊ പിന്നെ കുറഞ്ഞു, കുറച്ചും കൂടി ഇരുട്ടായപ്പോളേ 8, 9 അല്ല 9 ആയിരുന്നു. ഇപ്പൊ 8 ആയിക്കളേ. 8 ഡിഗ്രി. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് ഊട്ടിയിലാണ് കേട്ടോ. ഊട്ടിയില് ഒന്നുമില്ല, വെറുതെ ഇവരെ ഭ്രാന്തിന് വന്നതാണ്. പിന്നെ അതായത് ഇവൾക്ക് കുറെ ആയപ്പോ ഊട്ടി കാണണം എന്ന് പറഞ്ഞപ്പോ നമ്മള് ജസ്റ്റ് ഊട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ വന്ന് പെട്ടത് നമ്മള് ഈ തണുപ്പത്തായി പോയിട്ടോ. എന്റെ കുട്ടീന്റെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നു, മൂക്കിന്ന് വെള്ളം, കണ്ണിന്ന് വെള്ളം. ഇന്നലെ ഇതാ ഈ കോലത്തിലാണ് രാത്രി ഇതിനെ കെടുത്തി ഉറക്കിയത് കേട്ടോ. ജീവാപ്പൂനെ മയിലിന് നല്ല കവറിങ് ഉണ്ട്, അതുകൊണ്ട് ഓൾക്ക് വലിയ പണിയില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. ആകെ വിറച്ച് ആകെ പണിയായി. എനിക്ക് തലവേദന മാറുന്നില്ല, കാരണം അമ്മമാര് തണുപ്പായിരുന്നു. എനിക്ക് ആ തണുപ്പത്ത് കിടന്നുറങ്ങാൻ ഭയങ്കര സുഖം, അതുകൊണ്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ ഊട്ടി കൊണ്ടുവരണത്, ഈ നിർബന്ധിച്ചിട്ടല്ലേ പോന്നേ. ആരെങ്കിലും ഈ തണുപ്പത്ത് ഊട്ടിക്ക് വരുമോ? പിന്നെ തണുപ്പത്തല്ലാതെ വെയിലത്ത് വരാൻ പറ്റും. ഊട്ടിയിൽ എപ്പോഴും തണുപ്പ് തന്നെയാണ്. എപ്പോഴും തണുപ്പ് തന്നെയാണ്. അല്ല ശിവ, എപ്പോഴും തണുപ്പല്ല ഊട്ടിയില്. പിന്നെ എന്തേലൊക്കെ തിന്നണം. ഇനിയിപ്പോ നമ്മള് തിരിച്ചു നാട്ടിലേക്ക് പോവാണ്. ഇന്നലെ എവിടെയും കറങ്ങാനൊന്നും പറ്റിയില്ല. ഇന്നലെ വന്ന പടെ കിടന്നുറങ്ങിയിട്ട് 6:30 ഗൈസ്. നാട്ടിൽ നിന്ന് തന്നെ റിസോർട്ട് റെസിഡൻസി ബുക്ക് ചെയ്തു, വന്ന് കിടന്നു. ജുബി പറഞ്ഞ പോലെ ഇനി നേരെ തിരിച്ചു പോവാണ്. ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ പോകുന്നു കേട്ടോ. അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇവിടുന്ന് ഇവർക്ക് വന്നതിന് ശേഷം പർച്ചേസ് ചെയ്തതാണ്. നമ്മളെ ഡ്രസ്സൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ.
അല്ലേ ജിവാപ്പു? ജിവാപ്പുന് ഒരു മൂഡില്ലല്ലോ, എന്ത് പറ്റി? ഓ, ഇവിടുന്നുള്ള വ്യൂ ശരിയാ. ഞാൻ നേരം വെക്കാൻ വേണ്ടി കുറെ കാത്തുനിന്നു. പക്ഷെ രാവിലെ എണീറ്റപ്പോ ലേറ്റ് ആയി പോയിട്ടോ. ഒരു 11-12 മണിയായി. രാവിലൊക്കെ ഫുള്ള് കോടയാണ്. ഇവിടുന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, വേറെ ലെവൽ വ്യൂ ആണ്. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് തിരിച്ച് യാത്ര തുടർന്നാലോ? ഓക്കെ, ബാ. നമ്മള് പക്ഷെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചത് താഴത്തുള്ള ഒരു മലബാർ എന്നൊരു ഹോട്ടൽ. രാത്രി മലബാർ. കാരണം നമുക്ക് ആ ഒരു മലയാളി ടേസ്റ്റുള്ള ഫുഡേ പറ്റുള്ളൂ. ഇവിടുത്തെ ഫുഡൊന്നും നമുക്ക് അങ്ങനെ പിടിക്കില്ല. മലയാളീസിന്റെ ഹോട്ടലിൽ മാത്രം ഇവിടെ തപ്പിയിട്ട് നമ്മൾ പോകലാണ് കേട്ടോ ഊട്ടിയിൽ വന്നാല്. ഓക്കെ, അപ്പൊ എന്നാ പോവാ. ഓക്കെ, നല്ല അടിപൊളി നെയ് റോസ്റ്റും പിന്നെ നല്ല പൂരി. ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്തത്. 4 ആൾക്കാർ. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മള് ഒരു 3 നേരത്തോളൊക്കെ ഇവിടുന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട്. 3 നേരം നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഫുഡാണ്. എന്തേ അല്ലേ? ഓക്കെ, എന്തായാലും കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങള്. ബാസിയൊക്കെ കഴിക്കൂന്ന് പറഞ്ഞിട്ട് വേഗം കയ്യിൽ കൈയിട്ട് മതി. വീഡിയോ ഓഫാക്കാൻ കാത്തിക്കുന്നില്ല രണ്ടും. വീഡിയോ ഓൺ ആണെന്നല്ലേ, പറ്റിച്ചാണ് ഞാൻ രണ്ടീന്. സജാ യൂട്യൂബ് എന്റെ സാധനം എന്റെ ജിവാപ്പ് കഴിക്കണോക്ക് ഒറ്റക്ക് കഴിക്കണേക്ക് കറിയൊന്നും വേണ്ട ജീവന്. അതാണൊക്കെ കറി വേണ്ട വെച്ചപ്പോ കറിയിൽ മുക്കണോക്ക്. അഞ്ഞമ്മ കഴിച്ച ഗുഡ് ഗേൾ. ഇഷ്ടായിട്ടില്ല കേട്ടോ. അല്ലാതെ പപ്പക്ക് വേണ്ട, ഇതെന്നോ കറിയിൽ മുക്കിയിട്ട് ഇഷ്ടായിട്ടില്ല. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അടിപൊളി ഫുഡായിരുന്നു. മൂപ്പരോട് അന്വേഷിച്ചപ്പോൾ അത് മലയാളീസിന്റെ ഹോട്ടൽ തന്നെയാണ്. ഓണർ കോട്ടക്കൽ നമ്മളെ ഏരിയയിലുള്ള ആൾ തന്നെയാണെന്ന് അറിഞ്ഞു കേട്ടോ. ഓക്കെ, അടിപൊളി ഫുഡാണ്. ചായന്റെ നമ്മൾ ഏകദേശം ഒരു 10 ചായ കുടിച്ചിട്ടുണ്ടാവും. 10 ചായയും 2-3-4 കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടാവും. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഇതുപോലെ ഊട്ടിയിൽ നല്ല വേറെ ഹോട്ടൽസ്, അതായത് മലയാളി ഫുഡ് കിട്ടുന്ന ഹോട്ടൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം അത് വരുന്ന ട്രിപ്പൊക്കെ ഊട്ടിയിലേക്ക് സ്ഥിരം നമ്മൾ ട്രിപ്പ് വരുന്നതാണ്. വരുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവും, നമുക്ക് യൂസ്ഫുൾ ആവും, നമുക്ക് പോയി കഴിക്കാം. ഓക്കെ, അതിൽ എന്തായാലും ഇത് ഞങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. കാരണം അടിപൊളി ഫുഡായിരുന്നു. ഇതാണ് കേട്ടോ ഹോട്ടലിന്റെ പേര്, ഹോട്ടൽ ഗ്രീൻ വാലി. ഇവിടെ റൂംസും ഉണ്ട് തോന്നുന്നു. റൂംസ് ആവശ്യം നമ്മൾ ഇവിടെ അല്ല എടുത്തത്. റൂംസ് നമുക്ക് വലിയൊരു കംഫർട്ടായിട്ട് തോന്നിയില്ല. ഒക്കെ ചെറിയ റൂംസ് ആയിട്ടാണ്. ഈ എന്താ പറയാ പെഡൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യില്ല. ഇവിടെ ഇപ്പൊ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് വാറ്റിച്ചിട്ട് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അടുത്ത് നമ്മൾ പോണത് ഹങ്കർ ഫോർട്ടിലേക്കാണ് കേട്ടോ. ഹങ്കർ ഫോർട്ട് ബംഗ്ലാവ് കാണാനാണ്. ഒരാൾ കുറെ നേരം അതിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കാട് വേണം സൺറൂഫിന്റെ മേലെ നിക്കണോ. ശിവപ്പോ ഇറങ്ങല്ല, ഇറക്കട്ടെ പപ്പ പറഞ്ഞിട്ട് പിടിച്ച ഗൈസ്. എന്റെ അവസ്ഥ കണ്ടെങ്കില് തള്ളി മോള് സൺറൂഫിന്റെ മേലേക്ക് തലയിടാൻ വേണ്ടിട്ട് ഒരുത്തിന്റെ കൊല്ലുമ്പോ ചവിട്ടിട്ടാണ് നിക്കണത്. കാണിച്ചിട്ടോ ജുബി. ജിവാപ്പു ജിവാപ്പു ജിവാപ്പോടെ ജിവാപ്പ് എങ്ങനെയാ പോണത്? ഗൈസ് ഇവിടുന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഹങ്കർ ഫോർട്ടിലേക്ക് പോണ വഴിയിലാണ്. പക്ഷെ ഇത് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അന്തം കിട്ടുന്നില്ല അല്ലേ അജു? അല്ല എന്റെ മോനെ എപ്പോഴും കൂളിംഗ് ക്ലാസ് ഒക്കെ വലിച്ചു കയറ്റി മാഡം. അയ്യോ എന്നാ അത് അവിടുന്ന് കാണിച്ചു കൊടുത്ത വ്യൂ കാണിച്ചു കൊടുത്തേ. കർണാടക ഭാഷയൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്, വ്യൂ ഒരു രക്ഷയില്ല. അതെ അതെ, അയക്കാ തണുത്ത ക്ലൈമറ്റും. വാവ്, നീലാകാശം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നീലാകാശം. എന്റെ മോളെ ജീവന് മേലേക്ക് പോണോ? കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. എന്താ എന്റെ കണ്ണ് ശിവ? ഇവിടെ എവിടെയാണ് നമ്മളത്? ഇവിടാണ് അതിന്റെ പ്ലേസ് വരുന്നത്. എത്തിയോ? എത്തി. അതാ ലൊക്കേഷൻ, അത് അവിടെ അപ്പുറത്ത് അതിന്റെ ഉള്ളിൽ. പിന്നെ എവിടെ ചെന്നാലും നമ്മളോലാണ് കേട്ടോ. അതായത് KL 65 മലയാളി അല്ല, മലപ്പുറക്കാര്. KL 10 ഇന്നോവ, അതും KL 10 കേട്ടോ. ഓക്കെ, ഒക്കെ മലയാളീസ് ആണെന്നല്ല, ഒക്കെ മലപ്പുറക്കാരാണ് ഇവിടെ ഉള്ളത്. KL 10 അല്ല, KL 65 മലപ്പുറം തന്നെ വരാം. തിരൂരങ്ങാടിയാണ്. ഓക്കെ, ചൂടില്ലാന്നോ? തണുപ്പ്.
ഇതിപ്പോ നല്ല ഒരു മണി 2 മണിയൊക്കെ ആയി. സോ അതിനനുസരിച്ചുള്ള നല്ല വെയിലും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഓവർ തണുപ്പ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഗൈസ് ഇവിടെ പെർ ഹെഡ് 100 rupees ആണ് കേട്ടോ. അതായത് ഞങ്ങളിപ്പോൾ 4 ആൾക്കാർക്ക് 400 രൂപ കൊടുക്കണം. ഇതിൽ പ്രശ്നം അതല്ല, എയർടെലൊന്നും ഇവിടെ റേഞ്ചേ കിട്ടൂല, കംപ്ലീറ്റ് കട്ട് ഓഫ് ആണ്. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യലൊക്കെ റിസ്ക് ആയിരിക്കും. ലിക്വിഡ് മണി ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോരാ, അതായിരിക്കും ബെറ്റർ കേട്ടോ. ഗൈസ് വേറൊരു വിഷയമുള്ളത്, ഒന്ന് നമ്മുടെ അടുത്ത് ലിക്വിഡ് മണി ഇല്ല, 2 ഇവിടെ ഗൂഗിൾ പേ വർക്ക് ആവണില്ല. കാരണം ഒരു റേഞ്ചിലും ഒരു സിമ്മിലും ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ, ഒക്കെ കട്ട് ഓഫ് ആയി കിടക്കാണ്. എന്ത് ഓ അങ്ങനെ കുറച്ച് അപ്പുറത്ത് പോയ റേഞ്ച് ഉണ്ട്, അപ്പൊ അവിടുന്ന് ചെയ്യാൻ വിചാരിച്ചു. ഗൈസ് ചെറുക്കൻ ഇപ്പോഴും ഗൂഗിൾ പേക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. ശേ സജാ വേണ്ട, നമുക്ക് കേറണ്ട, കേറാനത്തല്ലേ. ഹലോ, ഫുഡൊന്നും കൊടുക്കാനില്ലല്ലേ? നീ കൊടുക്കാണ്ടെങ്കിൽ ഫുഡ് കൊടുക്കുന്നു. അവിടെ ഒരു ചെറിയ കുട്ടിക്കുരങ്ങനുണ്ടാ, എന്താ തിന്നോണ്ടിരിക്ക കേട്ടോ. ബട്ട് ഗൈസ് പെർ ഹെഡ് 100 രൂപ കൊടുത്തേക്കാണ്ട് ഇവിടെ ഒരു സാധനം കാണാനില്ല. എന്തുകൊണ്ടാണ് റീൽസിലൊക്കെ അത്ര വൈറൽ എനിക്ക് മനസ്സിലായതുമില്ല കേട്ടോ. വരുന്ന റോഡാണെങ്കിൽ ഇതിലാറെ മോശമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്, നല്ല മോശമാണ്. അതെ, മറ്റേ സാധാ നമ്മളെ എന്താ പറയാ സെഡാൻ ടൈപ്പ് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്, അത്രയും മോശമാണ് റോഡ്. ഹൈക്ക് ഇവിടെ പെർ ഹെഡ് 100 എല്ലാവർക്കും കൂടെ 100 വിഷയമല്ല. ഇത് അത്രയും ഇപ്പൊ ഈ ഗൂഗിൾ പേ ഇതൊക്കെ ഉള്ള സമയത്ത് നമ്മളടുത്ത് ഇപ്പൊ ലിക്വിഡ് മണി ആയിട്ട് കൊടുക്കാനുമില്ല. അതാണ് വേറൊരു സത്യം. നിങ്ങൾ കുറെ ആൾക്കാരൊക്കെ ആയിട്ടാണ്, അതായത് വലിയ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ട് വരണ്ട കേട്ടോ. കാരണം ഒരാൾക്ക് 100 രൂപ എടുത്ത് കയറാൻ മുതലാവില്ല, ഒരിക്കലും മുതലാവില്ല കേട്ടോ. കാരണം അതിലുള്ളൊന്നും കാണാനൊന്നുമില്ല ഇവിടെ. കാപ്പിത്തോട്ടം ഇപ്പോൾ ഊട്ടിയിൽ പുതിയ സംഭവം ഒന്നുമല്ല. ഇത് എവിടെ നിങ്ങൾക്ക് വരുന്ന വഴിക്ക് എവിടെ നിർത്തിയാലും ഇതേപോലത്തെ ഇഷ്ടം പോലെ കാപ്പിത്തോട്ടങ്ങളുണ്ട്. ഗൈസ് ഞങ്ങൾ മേലക്കൂടിയും ഇവര് താഴത്തുകൂടിയും രഹസ്യമായി കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവരെ പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇല്ലല്ലോ, ഒരാൾക്ക് 100 രൂപ കൂടുതലല്ലേ? എന്ത് കള്ളത്തരോ? നമ്മള് കൊടുക്കാൻ റെഡിയാണ്. ഒന്ന് നമ്മളടുത്ത് ലിക്വിഡ് മണി ഇല്ല. എടി നയ്യെ പുറത്തിറക്കി പോ സജാ, ഇതിനെ പിടിച്ച് പുറത്താക്ക്. ഓള് വലിയ ഓളാണ് ആദ്യം അയിഞ്ഞ് കയറിയത്. അന്റെ അടുത്ത് ലിക്വിഡ് മണി ഉണ്ടോ? ഇല്ലല്ലോ. അന്റെ അക്കൗണ്ടിൽ റേഞ്ച് കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ പുല്ലാടെ 400 രൂപ എടുക്കാം? വല്ല ഡയലോഗ് അടിച്ചല്ലേ? എന്നിട്ട് കള്ളത്തിനുമാണ് നമ്മൾ ചെയ്യുന്നത്. ചവിട്ടായാലും മര്യാദ നടന്നു. ഗൈസ് ഒരു പഴയ പാലം കിട്ടിയിട്ടുണ്ട്. ഇത് പാലം പുതുക്കി പണിയാനേക്കാരും 100, എനിക്കറിയില്ല. ഓ ഫോട്ടോ എടുത്തരാം. അരുവും കുരുവൊന്നുമില്ല, വീണ ആ ചളിയിലുണ്ടാവും. സജാ എന്നെ തള്ളിയിടാനുള്ള പ്ലാനാടാ. എടാ നിങ്ങള് പൈസ കൊടുത്തടാ, സത്യം പറഞ്ഞ ഓല് കൊടുക്ക. നമ്മളെ മലപ്പുറക്കാരാണ്. കൊടുത്ത സത്യം പറ. എങ്ങനെ കൊടുത്തു? ഗൂഗിൾ പേയാ ക്യാഷാ? എടാ നാട്ടിലെത്തിയിട്ട് ഗൂഗിൾ പേ തരാം. കുറച്ച് ക്യാഷ് ആട്ടിക്കടാ, കൈക്ക പൈസ ഇല്ല. ഓല് വീഡിയോ എടുക്കണിട്ട് പച്ചപ്പൊള്ളു പറഞ്ഞാണ് ഗൈസ്, കൊടുത്തിട്ടില്ല രണ്ടും. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മള് ഈ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും ഫോട്ടോ. ഞങ്ങൾ ഭർത്താക്കന്മാര് ഒരു ഗതികേട്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു ക്യാമറമാനൊപ്പം കൂട്ടിക്കോ, നമുക്ക് പരാതിയില്ലല്ലോ. ഇത് ഞങ്ങള് ഇവിടെത്തോളം ഞങ്ങള് ഡ്രൈവർമാരാവണം. ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടിലെത്തി ഞങ്ങള് ക്യാമറമാൻ ആവണം. ഞങ്ങളെ തൊള്ളിയില് കേക്കും വേണം. അപ്പൊ ഗൈസ് ഇതാ ഹങ്കർ ഫ്രോട്ടിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ചുറ്റോടുള്ള കാഴ്ചകളാട്ടോ. കാണാന് അതാണ്, ആ റേറ്റിനില്ലെങ്കിലും ഓക്കെയാണ്, കാണാനുണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ എന്നാലും എൻട്രിയിൽ തന്നെ നമുക്കൊരു 100 രൂപ പെർ ഹെഡ് എന്ന് പറയുമ്പോ നിങ്ങളായാലും ശരി, നമ്മള് 4 ആൾക്കാരുണ്ട്, 400 രൂപ എന്ന് പറയുമ്പോ അതാണ് പ്രശ്നം.
എനിക്കെന്താ ടെൻഷൻ കൊടുത്തിട്ടില്ലല്ലോ. എനിക്ക് പകരം ഇച്ച് കൊടുക്കണില്ലേ? ചന്റെ ചങ്കായിട്ട് കൊടുക്കുമ്പോ എനിക്കല്ലടാ പൊള്ളണ്. ഇജ്ജ് കൊടുക്കണില്ലേ? ഞങ്ങളെ കുറ്റല്ലോ. ഞങ്ങൾ 2-3 വട്ടം ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിട്ട് 400 രൂപ ഗൂഗിൾ പേ ചെയ്യാണ്ട് നോക്കിക്കണ്. അയാൾ പറഞ്ഞു ഇതിന്റെ മണ്ടേ വന്നു കഴിഞ്ഞാൽ റേഞ്ച് കിട്ടുന്നു. ഇവിടെ വന്നിട്ട് റേഞ്ച് കിട്ടണില്ല, സാധനം പോണില്ല. നോക്കാം, നോ പ്രോബ്ലം. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പോ ഞാൻ അവിടെ 1-2 ഹിന്ദിക്കാരോടൊക്കെ സംസാരിച്ചു. ഓലൊക്കെ ഒപ്പീനിയൻ അതെറ്റാ സജ. ഒരാൾക്ക് 100 രൂപ വളരെ കൂടുതലാണ്. മുമ്പ് ഫ്രീ ആയിട്ട് അങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല. അതന്നെ ആ ഹിന്ദിക്കാരനതാ പറഞ്ഞത്. എന്തെങ്കിലും ഒരു ചായ വെള്ളോ അങ്ങനെ 100 രൂപ വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുത്താലും ഓക്കെ. ഇത് അതും ഇല്ലാതെ 100 രൂപ പെർ ഹെഡ് വളരെ കൂടുതൽ. പെർ ഹെഡാണ്, എല്ലാവർക്കും കൂടി 100 രൂപ ആണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ നമ്മളതേ അഭിപ്രായം തന്നെയാണ്. അവർക്കും മാത്രമല്ല അവിടെ ഗൂഗിൾ പേ വർക്കാവില്ല, ക്യാഷ് ലിക്വിഡ് മണി തന്നെ വേണം. നമ്മളടുത്ത് അതില്ല, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തൽക്കാലം കൊടുത്തിട്ടില്ല. ഗൂഗിൾ പേ നമ്പർ വാങ്ങിക്കണേ. സജ വീട്ടിൽ ചെന്നിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ, റേഞ്ചുള്ള കൊടുത്തത് ഇല്ലേ സജ? ഇല്ലേ അതിന് അല്ലേ അങ്ങനെ പറഞ്ഞില്ലേ? അല്ലേ ജുബി? അതിക്കാരാ ഇങ്ങനെ ഇടക്കിടക്ക് ഓർപ്പെടുത്തണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് അല്ലേ? ആ യെസ്, ജുബിന്റെ വലിയൊരു ആഗ്രഹമാണ് ഊട്ടിയിൽ വന്നിട്ട് ചോളം വാങ്ങാനുണ്ട്. കക്കിരി അല്ല, ക്യാരറ്റ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ജുബിക്ക് നിർബന്ധമാണ് ഗൈസ്. സോ അതും കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോണത്. ഓക്കെ, എവിടെ സൺറൂഫ് ദേവിയുടെ സൺറൂഫ്? ആ ഇവിടെ ഉണ്ടായിനാ സാറിന് സൺറൂഫ് തുറക്കണ്ടേ? ഇങ്ങോട്ട് കയറണ്ടേ? വരുന്നൊക്കെ സൺറൂഫ് വെച്ചിട്ട് വരുന്നൊക്കെ ഇരിക്കണേ അവിടെ. എന്നെയല്ല ഇരിക്കവിടെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരാനുള്ള റോഡ് ഊട്ടി ടൗണിൽ നിന്ന് എത്ര കിലോമീറ്ററാടാ? ഒരു 10 കിലോമീറ്റർ ഉള്ളു. പക്ഷെ റോഡ് വളരെ ഇതൊക്കെ ഓക്കെയാണ്, വളരെ മോശം കേട്ടോ. ആ കേട്ടോ, ഗൂഗിളിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല റോഡ്. ആ ഇത് നമുക്ക് നോക്കി പോലും നടക്കൂല. ഗൂഗിൾ മാപ്പിൽ രജിസ്റ്റേർഡ് അല്ല ഇവിടേക്കുള്ള റൂട്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാണ് നമ്മളൊക്കെ പോയത്. ഓക്കെ, ഞാൻ അത്ര കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോവാണെങ്കിൽ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഒപ്പീനിയനിൽ പോണമെന്നില്ല. അവിടെ സാധാ ഈ തേയിലത്തോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജുബി മാറേ, വൈക്കത് മാറേ, ജുബി മാറേ, ജുബി മാറേ കേട്ടോ. ജുബി മാറി പറഞ്ഞപ്പോ എന്താ അനുസരണ മാറിയോളി. അപ്പൊ ഗൈസ് നമ്മളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തിട്ടോ. ഇപ്പൊ ഉള്ളത് നിലമ്പൂരാണ്. നിലമ്പൂർ നമ്മള് ഫർസ ഹോട്ടലിൽ കയറിയതാണ്. ഫുഡ്, അതായത് നമ്മള് പിന്നെ ഏത് വഴിക്ക് പോയാലും ഫുഡ് ഇതാണല്ലോ മെയിൻ. ജുബി ഇത് ഈ വ്ളോഗിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാൽക്കപ്പയും പിന്നെ എന്തേനുള്ള ബീഫ് പിന്നെ അതേപോലെ ബ്രോസ്റ്റ്, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഓക്കെ, അപ്പനോട് പപ്പ പറഞ്ഞല്ലേ ഫോൺ എടുക്കരുത്. ഞാൻ പറഞ്ഞതല്ല, അതും പാടില്ല എന്നോട്. എന്ത് വൈറ്റപ്പാടിയത് എനക്ക് തിന്നണെങ്കിൽ തിന്നോ. ഇങ്ങനെ ഇവരെ പറഞ്ഞേച്ചില്ലേ പെയ്ക്കോൾ ഇത് തിന്നട്ടെ എന്റെ പൊന്നെ. മറ്റേ വൈൻഡപ്പ് പറയില്ലേ, 1 സെക്കൻഡ് കൊണ്ട് ഓള് വൈൻഡപ്പും പറഞ്ഞു ഒക്കെ കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ എന്നാല് എനിക്ക് പറഞ്ഞ മാതിരി വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റില്ല, വിശന്നിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.